കെജ്രിവാൾജി, ഇന്ത്യ സഖ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഈ അനീതിക്കെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടും. മാസങ്ങൾക്ക് മുമ്പ് മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്. അറസ്റ്റിന് ശേഷം കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾ ഒരുമിച്ച് വേദി പങ്കിടുകയും ചെയ്തു. കെജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷവും പല വേദികളിൽ രാഹുലും കെജ്രിവാളും കൈപിടിച്ച് ഒത്തൊരുമയോടെ കാണപ്പെട്ടു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 8 മാസത്തിനിപ്പുറം ആ കൂട്ടുകാർ ബദ്ധശത്രുക്കളായി. പരസ്പരമുള്ള ആരോപണങ്ങളുടെ മൂർച്ച കൂടി. ഒരിക്കൽ നിരപരാധി എന്ന് വിശേഷിപ്പിച്ച കെജ്രിവാളിനെ ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് രാഹുൽ ആക്രമിച്ചത് മദ്യനയ അഴിമതി കേസിലെ സൂത്രധാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് കേവലം കെജ്രിവാളും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തർക്കത്തിന്റെ പ്രശ്നമല്ല. BJPക്കെതിരെ വിശാല പ്രതിപക്ഷ ഐക്യമെന്ന സാധ്യത തേടി രൂപം കൊണ്ട മുന്നണിയാണ് ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷിത ഭാവിക്ക് വേണ്ടി എന്ന അവകാശവാദവുമായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യ സഖ്യം നിലം പതിക്കുന്ന കാഴ്ചയാണ് രാജ്യ തലസ്ഥാനത്തു നിന്ന് നമ്മൾ കാണുന്നത്. എങ്ങനെയായിരുന്നു ആ തകർച്ച? ഏറെ നിർണായകമായ ബീഹാർ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ എന്തായിരിക്കും ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി? ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ ഭാവി സംബന്ധിച്ച് ഒരു തവണ പോലും ഇന്ത്യ സഖ്യം കൂടിയിരുന്ന് ആലോചിച്ചിട്ടില്ല എന്നതിൽ തുടങ്ങുന്നു കാര്യങ്ങൾ. ഇതിനോടാണ് കോൺഗ്രസ് ഇതര സഖ്യകക്ഷി നേതാക്കളുടെ ചില പ്രസ്താവനകളെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. ഇന്ത്യ സഖ്യം ഇതുവരെയായിട്ടും ഒരു കൂടിക്കാഴ്ച പോലും നിശ്ചയിച്ചിട്ടില്ലെന്നും ആരാണ് നയിക്കുകയെന്ന ഒരു വിവരവും ഞങ്ങൾക്കില്ലെന്നും തുറന്നു പറഞ്ഞത് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. സഖ്യത്തിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ RJDയും ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നു. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമുള്ളതായിരുന്നുവെന്നും സംസ്ഥാനങ്ങളിൽ ആവശ്യമില്ല എന്നുമായിരുന്നു തേജസ്വി പറഞ്ഞത്. തൊട്ടു പിന്നാലെ തന്റെ ബീഹാർ സന്ദർശനത്തിനിടെ രാഹുൽ തേജസ്വിയെ നേരിട്ട് കണ്ടു, സഖ്യം ഉറപ്പിച്ചു. ഡൽഹിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഇന്ത്യ സഖ്യകക്ഷികളായ ആം ആദ്മിയും കോൺഗ്രസും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്ന തീരുമാനമെടുത്തതുപോലും പരസ്പരം കൂടിയാലോചനകളില്ലാതെയായിരുന്നു. ഫലമോ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് ഒറ്റപ്പെട്ടു. സഖ്യകക്ഷികളായ സമാജ്വാദി പാർട്ടിയും തൃണമൂലും അടക്കമുള്ളവർ കെജ്രിവാളിന് പിന്തുണ നൽകി. യഥാർത്ഥ ഇന്ത്യ സഖ്യവുമായി ഒരുമിച്ച് നിന്നവർ കീരിയും പാമ്പുമായി. ഒരിടയ്ക്ക് രാഹുലിനെ മാറ്റി മമത നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആഹ്വാനം പോലും സഖ്യത്തിൽ ഉയർന്നത് വലിയൊരു ഭിന്നതയുടെ സൂചനയായിരുന്നു. പാർലമെന്റിലെ ഒന്നിച്ചുള്ള പ്രതിഷേധങ്ങളിൽ പോലും ആശയഭിന്നത വന്നതും സഖ്യകക്ഷികൾ പലരും പല തട്ടിലായതും ഇന്ത്യയുടെ പരിക്ക് ഇരട്ടിയാക്കി. കോൺഗ്രസ് പുലർത്തിപ്പോന്ന മേൽക്കോയ്മ മനോഭാവവും ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ദുർബലമാക്കിയിരുന്നു. ഹരിയാനയിൽ സഖ്യം വേണ്ട എന്ന് ആവർത്തിച്ച ശേഷം ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് ദയനീയമായാണ് തോറ്റത്. കാലങ്ങളായി മോശം പ്രകടനം നടത്തിപ്പോന്നിരുന്ന കശ്മീരിലും മഹാരാഷ്ട്രയിലും ദേശീയ പാർട്ടി എന്ന പേര് പറഞ്ഞ് കോൺഗ്രസ് വിലപേശിയതും സഖ്യത്തിൽ കല്ലുകടിയുണ്ടാക്കി. കോൺഗ്രസ് തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി പൊതുജന സമ്മതിയുള്ള പ്രാദേശിക പാർട്ടികളെ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമായി. ഇത്തരത്തിൽ 2024 ജൂണിന് ശേഷം ഉണ്ടായ അനേകം പ്രതിസന്ധികളുടെ ആകെ തുകയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ നേരിടുന്ന ഈ തകർച്ച. ഡൽഹി ആ മുറിവിൽ നീറ്റലുണ്ടാക്കിയെന്നും മാത്രം. ഇനി വരുന്നത് ബീഹാറാണ്. വർഷങ്ങളായി സഖ്യകക്ഷി ഭരണ സമ്പ്രദായമുള്ള സംസ്ഥാനം. ഇന്ത്യ സഖ്യം ഉണ്ടാകുമെങ്കിൽ അവരുടെ യഥാർത്ഥ ബലപരീക്ഷണം നടക്കേണ്ട സംസ്ഥാനം. 1990 ശേഷം ബീഹാറിൽ അമ്പേ തകർന്ന കോൺഗ്രസ് സഖ്യകക്ഷി രാഷ്ട്രീയത്തിലൂടെ മാത്രമാണ് നിലനിന്നു പോകുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന കൂട്ടായ്മ എന്ന നിലയിൽ ബീഹാറിൽ സഖ്യമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ തർക്കം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ആ സഖ്യം ഇന്ത്യ സഖ്യം തന്നെയാകുമോ എന്നതിൽ മാത്രമാകും അവ്യക്തത. ഈ അവ്യക്തത സഖ്യത്തിന്റെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല.